ഏത് ഇലക്ഷൻ വന്നാലും പെൻഷനാണ് ചർച്ച. ഇപ്പൊ ചർച്ചയും വിവാദമൊക്കെ പിന്നെയും വരുന്നുണ്ട്. നിയമസഭക്കകത്തും പുറത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പറ്റി പറഞ്ഞു. എന്നാലും ഒരു 10 ചോദ്യം വേഗം ചോദിച്ചോട്ടെ. കേരളത്തിൽ ആദ്യം പെൻഷൻ പ്രഖ്യാപിച്ചു കൊടുക്കാൻ തുടങ്ങിയത് ഏത് ഗവൺമെന്റ് ആവശ്യം? ആർ ശങ്കർ ഗവൺമെന്റ് ആണ്. ആർ ശങ്കർ ധനകാര്യമന്ത്രി കൂടിയായിരുന്നു, മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഈ 80 മുതലാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു കാര്യമില്ല. 80 മുതലല്ല, ആർ ശങ്കറാണ് കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുത്തത്. 80 മുതലാണെന്ന് പറഞ്ഞത് കളവാണ്. UDF ഗവൺമെന്റ് ഒരു പെൻഷനും കൂട്ടിയിട്ടില്ല എന്ന് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ സംശയം, ഈ 300-400 ആക്കിയ ഗവൺമെന്റ് ഏതാ? 300-400 ആക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണ്. 400-500 ആക്കിയ ഗവൺമെന്റ് ഏതാ? അതും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 500-600 ആക്കിയ ഗവൺമെന്റ് ഏതാ? അത് ഉമ്മൻചാണ്ടിയുടെ. അങ്ങനെയാണെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞവർക്കും 80% ഡിസബിലിറ്റി ഉള്ളവർക്കും 400 ഉണ്ടായിരുന്നതിന് ഒറ്റയടിക്ക് 900 ആക്കിയ ഗവൺമെന്റ് ഏതാ? അതും ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. 900-1100 ആക്കിയത് ഏത് ഗവൺമെന്റ്? അതും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 1100-1200 ആക്കിയത് ഏത് ഗവൺമെന്റ്? അതും ഉമ്മൻചാണ്ടി. ഇറങ്ങി പോകുമ്പോൾ അത് 1500 ആക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഏതാ? അത് ഈ 1200 വരെ കൊടുത്തതാണ്, 1500 ആയിട്ട് പ്രഖ്യാപിച്ചു. അത് അവസാനത്തെ ബഡ്ജറ്റ്. അതുപോലെ രേഖയുണ്ടോ കയ്യിൽ? ഞാനത് മുമ്പിപ്പം ഞാൻ 1200 ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനെ വ്യാപകമായിട്ട് വലിയ തോതിൽ കളിയാക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ സ്നേഹിതന്മാര്. എന്റെ കയ്യിലുള്ളത് 13/2/2024 H. സലാം MLA-ക്ക് KN ബാലഗോപാൽ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ്. അതിലിങ്ങനെ ചാർട്ട് വരച്ചിട്ടിട്ടുണ്ട്. ഷാഫിക്ക് കാണാമല്ലോ. 75 വയസ്സിന് മുകളിൽ 1500, 75 വയസ്സ് വരെ 600, 80% അതിനു മുകളിൽ 1100. ഇതിനകത്തെ പേരിൽ പറയുന്നുണ്ട് 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 1200. ഇങ്ങനെ ഓരോ ഘട്ടത്തില് പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണിത്. രേഖ എടുക്കാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി ഇതിന്റെ ഡീറ്റെയിൽ കിട്ടുമോ? LSGDയുടെ വെബ്സൈറ്റിൽ പെൻഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ LSGD വെബ്സൈറ്റിൽ ഇങ്ങനെ ഓരോ വർഷവും കൂട്ടിയതിന്റെ പെൻഷൻ ഹിസ്റ്ററി ഇപ്പോഴും കിടപ്പുണ്ട്. ഇപ്പോഴും ആർക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. അപ്പൊ ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നതിന്റെ മുമ്പ് എത്ര പേർക്ക് പെൻഷൻ കൊടുത്തിരുന്ന കേരളത്തിൽ? ഞാനായിട്ട് ഇനിയൊന്നും പറയുന്നില്ല കേട്ടോ. അതും ബാലഗോപാൽ അദ്ദേഹം തന്നെ പറയട്ടെ. അദ്ദേഹം എനിക്ക് തന്ന മറുപടിയുണ്ട് 8/6/2021. അദ്ദേഹം പറയുന്നത് 2011 വരെ പെൻഷൻ കിട്ടിയിരുന്നത് 16,23,401 ധനമന്ത്രിയുടെ നിയമസഭയിലെ മറുപടി. ഇനി 2011-16 സർക്കാർ അധികാരമൊഴിയുമ്പോൾ 34,43,414 പേർക്ക് ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഈ 16 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തിരുന്നത് എത്ര പേർക്ക് പെൻഷനാക്കി? അത് 34,43,414 പേർക്കാണ്. 16-ൽ നിന്ന് 34. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് കൂടാതെ ഏതാണ്ട് 8 ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമനിധി പെൻഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 42 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന 5 വർഷം കൊണ്ട് 16 ലക്ഷത്തിൽ നിന്നും 34 ലക്ഷമായി 5 വർഷം കൊണ്ട് മാറ്റിയിട്ടുണ്ട്. അതെ. അപ്പൊ ഇനി ഒരു പ്രധാനപ്പെട്ട സംശയം ആവർത്തിച്ച് പ്രചരിപ്പിക്കപ്പെടുന്നതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം കൂടെ പ്രതീക്ഷിച്ച് ചോദിക്കും.